ശ്രീ പി ബാലേന്ദ്രൻ, അങ്ങേക്ക് 11 മിനിറ്റ്. സർ, ഇവിടെ ശ്രീ വിഷ്ണുവും പ്രഭാകരേട്ടനും പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ അടിവരയിടുകയാണ്. അണിലവിഷം പോലെ കേരള ജനജീവിതത്തിൻ്റെ ഓരോ അടരുകളിലേക്കും പടർന്നു വ്യാപിക്കുന്ന മാരകമായ രാസലഹരിയുടെ പിടിയിലേക്ക് കേരളം പതുക്കെ പതുക്കെ അമർന്നു പോവുകയാണ് എന്നുള്ള സ്ഥിതിവിവര കണക്കുകളും അന്വേഷണ റിപ്പോർട്ടുകളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ഔദ്യോഗിക രേഖകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എൻ്റെ ജില്ലയായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിൽ അവിടെ ഒല്ലൂർ മണ്ഡലത്തിലെ ഒരു ഗ്രാമപ്രദേശത്തിൽ ഒരു ദിവസം മലയാള മനോരമയിൽ വന്ന വാർത്ത കരുണാമയനെ കാപ്പ ചുമത്തി നാട് കടത്തി എന്നാണ്. കരുണാമയൻ ചെയ്തത് സ്വന്തം ഉമ്മയുടെ സഹോദരനും ഉമ്മയും ലഹരി ഉപയോഗത്തെ എതിർത്തപ്പോൾ അവരെ കൈകാര്യം ചെയ്തു, അയൽപ്പക്കത്തുള്ളവരെ കൈകാര്യം ചെയ്തു. അങ്ങനെ കരുണാമയനെ പോലീസ് കാപ്പ ചുമത്തി നാട് കടത്തി. ദയാനന്ദൻ എന്നുപേരുള്ള ഒരാളെ സ്ഥിരമായി ലഹരി ഉപയോഗിച്ച് അയൽപ്പക്കക്കാരെ ആക്രമിച്ച് 4 ക്രിമിനൽ കേസ് കഴിഞ്ഞപ്പോൾ ദയാനന്ദനെയും കാപ്പ ചുമത്തി നാട് കടത്തി. കാപ്പ ചുമത്തലും നാടുകടത്തലും ലഹരി ഉപയോഗത്തിൻ്റെ മറ്റൊരു വശമായി പോലീസ് കേസിലെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് LSD സ്റ്റാമ്പും അതുപോലെ തന്നെ ഹാഷിഷും കൊക്കൈനും അതുപോലെ ബ്രൗൺ ഷുഗറും മുറയ്ക്കെത്തിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നേരിടാൻ ശ്രമിക്കണം. കൗമാരഭാവങ്ങളെ പ്രണയഭാവങ്ങൾ തൊട്ടുതീണ്ടുന്നത് മുതൽ ഈ വിഷലഹരി അവരെ വഴിതെറ്റിക്കുന്നു എന്നതിൻ്റെ തെളിവല്ലേ സാർ 12 പ്രണയക്കൊലകൾ കേരളത്തിലുണ്ടായി. അത്യനർഘമാം ഈ നിമിഷത്തിൽ ഉത്തമേ നീ മരിക്കണം, മാമകാശയം ക്രൂരമാകിലോ ഓമലേ നീ പൊറുക്കണം. പോർഫിറിയയുടെ കാമുകൻ. സ്പീക്കർക്കറിയാം, അതിൽ സുന്ദരിയായ കാമുകിക്ക് വയസ്സായാൽ ഈ മനോഹാരിത നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് സ്വന്തം മുടി കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്ന കാമുകനെ അവതരിപ്പിച്ച ഒരു കാവ്യശകലം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന പ്രണയ കൊലകൾ എന്താണ്? പെട്രോൾ ഒഴിച്ചും കഠാര കൊണ്ടും തെരുവിൽ വെച്ചും വീട്ടിൽ വെച്ചും പ്രണയത്തിന് അറുതി വരുത്തുന്ന കാമുകിയെ നിഷ്കരുണം കൊല്ലുന്ന, മറിച്ചാണെങ്കിൽ കഷായം കൊടുത്തും അതുപോലെ തന്നെ മറ്റു തരത്തിലും വകവരുത്തുന്ന വിധത്തിലേക്ക് നീങ്ങുന്നു. അവിടെയും ഇവിടെയും ഈ ലഹരി മരുന്നിൻ്റെ സ്വാധീനമുണ്ട് സാർ. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ അണുകുടുംബങ്ങളിൽ നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾക്കുണ്ടാകുന്ന വളരെ വലിയ പഴയ കാലങ്ങളിൽ നിന്നുള്ള മാറ്റം, സാമ്പത്തിക വരുമാനം കുട്ടികളിൽ എത്തപ്പെടുന്നത്, അത് കുട്ടികൾ ദുർവ്യയം ചെയ്യുന്നത്, നമ്മുടെ ഗ്രാമീണ ഘടനയിലേക്ക് പോലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്ക് പോലും ലഹരി വ്യാപനം എത്തിച്ചേരുന്നത് എങ്ങനെ തടയാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളൊരു സാമൂഹ്യ ജാഗ്രത വളർന്നു വരണം. ഇവിടെ അൻവർ സാദത്ത് പറഞ്ഞത് കയറൂരി വിട്ടിരിക്കുകയാണെന്നാണ്. മൂക്കുകയറിട്ട് നിർത്തിയാലും ഇത് വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഡൽഹിയിൽ 2000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചത്. ഇറാനിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന് ആണ് അതിൻ്റെ സോഴ്സ് എന്ന് പത്രമാധ്യമങ്ങൾ എഴുതി കഴിഞ്ഞു. അങ്ങനെ വിദേശത്തെ വിഘടനവാദത്തെയും വികസ്വര രാഷ്ട്രങ്ങളെ തകർക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക്
ലഹരി മരുന്ന് എത്തിക്കുന്നതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ കൂടിയുണ്ട് എന്ന് സംശയിച്ചാൽ തെറ്റാവില്ല സർ. നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ സാമ്പത്തിക വളർച്ച പരിശോധിച്ചാൽ നോൺ പെർഫോമിംഗ് അസറ്റായി മാറ്റിവെക്കപ്പെടുന്നതിൽ വലിയൊരു തുക ലഹരി വ്യാപാരത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുവെന്ന് പുതിയ സാമ്പത്തിക വിശാരദന്മാരും ഈ പണ്ഡിതന്മാരും പറഞ്ഞു വച്ചിട്ടുണ്ട്. പല രാഷ്ട്രങ്ങളുടെയും ഭീകരവാദത്തിൻ്റെയും അതുപോലെ തന്നെ തകർച്ചയുടെയും പിന്നിൽ ഈ ലഹരി വ്യാപനത്തിൻ്റെ ഈ ചരിത്രം നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പരിശോധിക്കുന്ന അവസരത്തിൽ കേരളത്തിൽ ഇതിങ്ങനെ വളരുന്നതിനെ തടയാനായിട്ട് സാധിക്കും. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നമ്മുടെ ഇപ്പോൾ ADGP ആയിട്ടുള്ള P. വിജയൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമഗ്രമായ നിരീക്ഷണത്തിൽ ശക്തി പ്രാപിച്ച സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് സംവിധാനവും അതുപോലെ തന്നെ കുട്ടികളിൽ കലാഭിരുചികളും സ്പോർട്സും വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള സംവിധാനങ്ങളും സമഗ്രമായി ഉണ്ടാകണം. ഡി അഡിക്ഷൻ സെൻ്ററുകളുടെയും റിഹാബിലിറ്റേഷൻ സെൻ്ററുകളുടെയും നാടായി കേരളത്തെ മാറ്റാതിരിക്കണമെങ്കിൽ സ്കൂളുകളെയും അതുപോലെ തന്നെ കോളേജുകളെയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം. സ്പോർട്സിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ കളിക്കളങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. സ്പോർട്സ് അനുദിനം കായിക മേഖലയിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ തിരിയുന്ന വിധത്തിലുള്ള ഒരു വലിയ സംവിധാനമായി കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങളും ഇന്ന് നമുക്കുണ്ട്. അങ്ങനെ സ്പോർട്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കലാസാംസ്കാരിക സംരംഭങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കണം. ലഹരിയിൽ നിന്ന് രാസലഹരിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മാനസികമായ ഉല്ലാസവും ആനന്ദവും ലഭിക്കുന്ന വിധത്തിലുള്ള നിരവധി പരിപാടികൾ കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ശ്രമിച്ചാൽ പോരാ. സംയുക്തമായൊരവബോധം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. ചെറുതും വലുതുമായ എല്ലാ സന്നദ്ധ സംഘടനകൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കൈകോർത്ത് പിടിച്ച് അണിനിരക്കാനായി സാധിക്കണം. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ ഇതിൽ ചില ലക്ഷ്യങ്ങൾ മാത്രം, ചില ദുഷ്ടലാക്കുകൾ മാത്രം വെച്ചിടപെടുകയല്ല വേണ്ടത്. കാര്യങ്ങൾ നന്നാകണം. മലയാള സമൂഹത്തെ അണലിവിഷം പോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, കാർന്നു തിന്നുന്ന ഈ രാസവിഷ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള യോജിച്ച യുവജന സംരംഭങ്ങൾ ഉണ്ടാകണം. ഇന്ന് നമുക്ക് യുവജന വേദികളുണ്ട്, യുവജന ക്ഷേമ ബോർഡുണ്ട്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടേതായ നിരവധി സംരംഭങ്ങളുണ്ട്. ഇതിനെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു സാമൂഹിക അവബോധത്തിൻ്റെ ഒരു വലിയ സംവിധാനം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ ജാഗ്രത ഈ കേരളത്തെ, മലയാളത്തെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ മനസ്സിൽ നിന്ന് തന്നെ വളർന്നു വരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഈ കേരളത്തിൽ കൈവിട്ടു പോകുന്ന നമ്മുടെ നാട്ടിൻപുറങ്ങളിലെയും പട്ടണങ്ങളിലെയുമൊക്കെ ജനജീവിതത്തിൻ്റെ സുരക്ഷിതത്വവും അവ തമ്മിലുള്ള സാംസ്കാരികമായ ഇഴയെടുപ്പവും വർദ്ധിപ്പിച്ചുകൊണ്ടു മാത്രമേ നമുക്ക് ഈ ലഹരിയുടെ വ്യാപനത്തെ എതിർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് നിങ്ങൾക്ക് കൊച്ചി, അതുപോലെ തന്നെ ഓരോ മെട്രോപൊളിറ്റൻ സിറ്റിയിലും ഇതിനുള്ള റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നതായിട്ട് ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. വിദഗ്ധമായ അന്വേഷണ സംഘങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് സമഗ്രമായ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ വിദഗ്ധമായ രേഖകളും ഇത് സംബന്ധിച്ച എല്ലാ വിധത്തിലുള്ള വസ്തുതകളുമുണ്ട്. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമാന്തരങ്ങളെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയ കേരളത്തിൽ ആരംഭിക്കണം.
ഞാൻ ഈ അടിയന്തര പ്രമേയത്തെ ഈ സഭയിൽ തുറന്ന ചർച്ചയ്ക്ക് വിധേയമാക്കാൻ നിശ്ചയിച്ച എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ MP രാജേഷിനെയും അതുപോലെ തന്നെ തുടർന്ന സമീപനം ഈ കാര്യത്തോട് സ്വീകരിക്കുന്ന ഗവൺമെൻറ്റിനെയും ഈ കാര്യം സഭയിൽ അവതരിപ്പിക്കാൻ സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ പ്രതിപക്ഷം കാണിച്ച താൽപ്പര്യത്തെയും പ്രശംസിക്കുകയാണ്. ഈ താൽപ്പര്യത്തെ തുടർന്നു കൊണ്ടുപോകാൻ നമ്മൾ ഇരുപക്ഷത്തു നിന്നുമുള്ള യോജിപ്പുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.